ചെറിയ പ്രായത്തിൽ തന്നെ സ്വപ്നങ്ങൾ കീഴടക്കി പ്രചോദനമായി കൊണ്ടിരിക്കുന്ന മലപ്പുറത്തെ ഒരു മിടുക്കി എനിക്കൊപ്പമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം മുറയൂർ സ്വദേശിയായിട്ടുള്ള മറിയം ജുമാനയുടെ വീട്ടിലാണ്. മറിയം ജുമാനയുണ്ട്, മാതാപിതാക്കളുണ്ട്. ഒരു ദൃശ്യങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിൽ വൈറലായിരുന്നു. 19 വയസ്സുള്ള മറിയം ജുമാന ഫ്ലൈ ചെയ്ത്, അതായത് പറപ്പിച്ചൊരു വിമാനത്തിൻ്റെ ദൃശ്യങ്ങൾ, അതിൽ നിന്നും ഇറങ്ങി വരുന്ന മറിയം ജുമാനയുടെ ദൃശ്യങ്ങളായിരുന്നു വൈറലായിരുന്നത്. മലപ്പുറത്തെ ഒരു 19കാരി വിമാനം പറത്തിയത് വലിയ രീതിയിൽ ആ രീതിയിൽ തന്നെ പ്രചോദനം ഉൾക്കൊണ്ട് വലിയ അഭിനന്ദനങ്ങളുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിലേക്ക് എത്തിയതെന്നൊക്കെ തന്നെ മറിയം ജുമാന നമ്മളോട് സംസാരിക്കും. ഒപ്പം മാതാപിതാക്കളായിട്ടുള്ള ഉമർ ഫൈസി, ഉമൈബ എന്നിവരെ കൂടെയുണ്ട്. എവിടെയാണ് പഠിക്കുന്നത്? എങ്ങനെയായിരുന്നു ആ സംഭവം? പൈലറ്റ് ട്രെയിനിയാണോ ഇപ്പോൾ ട്രെയിനി പൈലറ്റാണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ് കിട്ടിയിട്ടാണ്. ഇനി അടുത്തത് CPL-ലോട്ടാണ്, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിലോട്ട്. ഇനിയും കുറേ പറക്കാനുണ്ട്. ആകെ 7 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഇപ്പം ഞാൻ +2 കഴിഞ്ഞ് തിയറി അക്കാദമി ജോയിൻ ചെയ്തു. തിയറി 6 മാസത്തെ കോഴ്സായിരുന്നു. പിന്നെ സബ്ജക്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു. അതിനുശേഷം ഫ്ലൈ സ്കൂളിൽ ജോയിൻ ചെയ്തു. ഇപ്പം മഹാരാഷ്ട്രയിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അതെന്നായിരുന്നു ആ വിഷ്വൽ വന്നത്? ആ സംഭവം എന്നായിരുന്നു? അത് എൻ്റെ ഫസ്റ്റ് ഫ്ലൈയിങ് ആയിരുന്നു. അപ്പം എയർ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു വീഡിയോ ആണത്. ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്റ്റുഡൻസും ആ രീതിയിൽ ചെയ്യാറുണ്ട്. അതെ, നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒന്ന് എയർ എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നാട്ടിലെവിടെയാണ് പഠിച്ചത്? എങ്ങനെയാണ് ഒരു പൈലറ്റ് ആവണമെന്ന ആഗ്രഹത്തിലേക്ക് എങ്ങനെ എത്തുന്നത്? ഞാൻ 10ാം ക്ലാസ്സും +1 +2 ഒക്കെ ക്രസൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒഴുകൂരിലാണ് പഠിച്ചത്. അപ്പം എനിക്ക് 10ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയൊരാഗ്രഹമാണ്. പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എയർപോർട്ട്. പിന്നെ അത് എന്താ അറിയില്ല, പ്രത്യേകിച്ച് എനിക്ക് ആകാശം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു പ്രകൃതി കണ്ടിട്ട് ഒരു ജോലി ചെയ്യാനാണ് ഒരു താല്പര്യം. പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ജോബ്സ് ഒന്നും എനിക്കിഷ്ടമില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കിയപ്പം പൈലറ്റ് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. പിന്നെ 10ാം ക്ലാസ്സിൽ നിന്ന് കുറേ അന്വേഷിക്കാനൊക്കെ തുടങ്ങി. അതിനുശേഷം എൻ്റെ ഇവിടെ തന്നെ മുറയൂരിൽ ഷർബാസ് പറഞ്ഞ ഒരു CPL ഹോൾഡർ ഉണ്ട്, പൈലറ്റ് തന്നെയാണ്. അപ്പം അവരായിട്ട് കോൺടാക്ട് ചെയ്ത് അവർ വീട്ടിൽ വന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ തിയറി അക്കാദമിയിൽ ജോയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കോഴിക്കോടിലെ ക്യാപ്റ്റൻസ് വിൻഡോ അക്കാദമിയിൽ തിയറി ജോയിൻ ചെയ്തു. എന്നിട്ട് ഫ്ലൈയിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലൈയിങ് നല്ല അടിപൊളിയായിരുന്നു. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, നല്ല നൈസായിരുന്നു. അതെ. ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോടൊക്കെ പറയുന്നത്? എല്ലാവരോടും പറയാനുള്ളത്, പാരൻസിന് സപ്പോർട്ട് ആദ്യം വേണം. അപ്പം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നമ്മളിപ്പം കഴിയുന്ന നമുക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ ആ ഒരു വിധത്തിൽ നമ്മൾ പഠിച്ച് കാണിച്ചു കൊടുക്കുക പാരൻസിന്. എന്നാലേ പാരൻസ് പിന്നെ സപ്പോർട്ടായി വരുള്ളൂ. അപ്പം പാരൻസ് സപ്പോർട്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളാഗ്രഹം എന്താണോ അവർ അത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് അതിലൂടെ മുന്നോട്ട്. മകൾ പറഞ്ഞു, പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് മകൾ തന്നെ പറഞ്ഞു. എന്താ തോന്നുന്നത് മകളുടെ ഈ പഠനത്വവും അതിനുശേഷമുള്ള ഈ സംഭവം? വളരെ സന്തോഷമുണ്ട്. ഇത്രയും ഒരു ഇതിലെത്തിപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ കണ്ട സമയത്ത് എന്താ തോന്നിയിരുന്നത്? ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അപ്പം സന്തോഷമുണ്ട്, പേടിയുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങളൊരു ഉസ്താദ് കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളായതുകൊണ്ടിട്ട് ഇത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഒരു പേടിയുണ്ട്. ചില ആളുകൾക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ നമുക്ക് പല വിമർശനങ്ങളും വരും. അപ്പോൾ ആ ഒരു പേടിയൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ CPL എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ ആളുകൾ അറിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതെല്ലാം എല്ലാവരും അറിഞ്ഞു പോയി. ഇത്രയാണ്. എന്തായാലും മോളാ നിലയിൽ തന്നെ ഒരു വലിയ പൈലറ്റായി മാറും എന്നുള്ളൊരു ഉറച്ച പ്രതീക്ഷയുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. ആ ഒരു പ്രതീക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇറങ്ങിയത്. എന്താ വെച്ചാൽ ഒരു ആഗ്രഹം നമ്മൾ നേടിയെടുക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആ ത്യാഗം സഹിച്ചുകൊണ്ട് മുന്നേറുമ്പോഴേ അതിൻ്റെ മധുരം നമുക്ക് കിട്ടുള്ളൂ. ആദ്യം കയ്പ്പാവും, പിന്നെ മധുരിക്കണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്. ഇൻഷാ അല്ലാഹ് ആ മധുരം നമുക്ക് നല്ലോണം കിട്ടട്ടെ, അതിന് പ്രാർത്ഥിക്കാം. ഉമർ ഫൈസിക്ക് നമ്മളോട് എന്താണ് മകളുടെ ഈ നേട്ടത്തിൽ, പഠനത്തിൽ എന്താണ് പറയാൻ? അൽഹംദുലില്ലാഹ്, മോള് നല്ല ഉന്നത വിജയം. SLC-യിൽ ഫുള്ള് A+ ആണ്, +2 ഫുൾ A+ ആണ്. അതുപോലെ മദ്രസയിലും നല്ല മികവാർന്ന വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. പഠിക്കാൻ അതീവ തൽപരയാണ്. പിന്നെ തുടർ പഠനം പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് വളരെ ഇഷ്ടം തന്നെയാണെങ്കിലും ഈ ഒരു മേഖല
സാമ്പത്തിക ചെലവ് വർദ്ധിക്കുന്നതിനാൽ ഒരാശങ്ക എനിക്കുണ്ടായിരുന്നു. പിന്നെ ഉമ്മായുടെ അതീവ താല്പര്യവും സപ്പോർട്ടും ഞാനും അതിന് ഒത്തുപോകേണ്ടി വന്നു. അങ്ങനെ ഞാനും അത് പിന്തുണച്ചു. ഒരു നൂതന വിദ്യാഭ്യാസ സംരംഭം എന്ന നിലക്ക് അൽഹംദുലില്ലാ പൊതുവിൽ ഇന്ന് എല്ലാ വിദ്യാർത്ഥികൾക്കും വലിയൊരു താല്പര്യമായിട്ട് ഈ മേഖലയെ കാണുന്നുണ്ട്. മോള് മോട്ടിവേഷൻ ക്ലാസ്സിന് ഏതാനും സ്കൂളുകളിലൊക്കെ പോയിരുന്നു. ആ കുട്ടികൾക്കൊക്കെ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. മോട്ടിവേഷൻ ക്ലാസ്സിന് ധാരാളം വിദ്യാലയങ്ങളിൽ നിന്ന് മോള് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് അവരൊക്കെ നിരസിക്കാൻ പ്രയാസമുണ്ട്. എങ്കിൽ പോലും മോള് ഏതാനും ദിവസങ്ങൾ മാത്രമേ നാട്ടിലുള്ളൂ. ആ ഒരവസ്ഥയിൽ ശാരീരികമായിട്ടൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാലയങ്ങളോട് പൊതുവിൽ അവരോട് പറഞ്ഞിട്ടാണ് അടുത്ത ലീവിൽ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ അവസരം കണ്ടെത്താം. ഉപ്പാക്ക് എങ്ങനെ പൈലറ്റ് ആവുന്നതൊക്കെ ഇഷ്ടമാണോ? ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട ജോലി മോളെന്താവണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്? അങ്ങനെ ഒരു പ്രത്യേക ആഗ്രഹമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പരമാവധി പഠിപ്പിക്കണം. കാരണം ഒരു ഇസ്ലാമിക പ്രബോധകൻ എന്ന നിലയിൽ വിദ്യാഭ്യാസത്തിന് എന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ആദ്യത്തെ വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ സന്ദേശം തന്നെ വായിക്കണം, പഠിക്കണം എന്നാണ്. അതുകൊണ്ട് പരമാവധി പഠിക്കണം, പഠിപ്പിക്കണം എന്ന പൊതു താല്പര്യമാണ് എനിക്കുള്ളത്. അപ്പോൾ ഒരു നൂതന വിദ്യാഭ്യാസ സംരംഭം, നൂതന ജോബ് എന്ന നിലയിൽ മോള് ഈ രൂപത്തിലൊക്കെ എത്തിപ്പെട്ടതിൽ അൽഹംദുലില്ലാ വലിയ സന്തോഷമുണ്ട്. അതിന് ഒരുപാട് പ്രോത്സാഹനങ്ങളും സഹായങ്ങളൊക്കെ പിന്നെ പല ഭാഗത്തു നിന്നും നിർദ്ദേശിച്ചതിനാൽ അൽഹംദുലില്ലാ ഈ മേഖലയിൽ തന്നെ തുടരാനാണ് മോളെപ്പോലെ ഇപ്പോൾ മാതാപിതാക്കൾക്കും ആഗ്രഹമുള്ളത്. തീർച്ചയായും മാതാപിതാക്കളുടെ പരിപൂർണ പിന്തുണയോടുകൂടി ചെറുപ്പം മുതൽ ചിട്ടയോടെയുള്ള പഠനമാണ് ജുമാനയെ അവിടെ എത്തിച്ചിട്ടുള്ളത്. വലിയ അഭിമാനമുണ്ട് അവരെ സംബന്ധിച്ച്. പഠനം തുടരുകയാണ്. അതിനിടയിലാണ് ഇത്തരമൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ് ജുമാനക്കും അതുപോലെ തന്നെ കുടുംബത്തിനും. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർവായിക്കൊപ്പം റിപ്പോർട്ടർ മുബശ്ശർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.